നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കിയാലോ? ഇന്ന് വൈകുന്നേരം കേട്ടോ ക്രിസ്മസ് പാപ്പ വരുന്നത്. അതുകൊണ്ട് തന്നെ പിടിയെന്നാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കണേ. ഇത്തവണ കുറച്ച് കാര്യമായിട്ട് തന്നെ ഏട്ടാ നിന്നേക്കണേ. അതുകൊണ്ട് 2 ഡേ മുന്നേ തന്നെ പുല്ലൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനല്ല ഏട്ടനാ. അല്ലെങ്കിലും ഒരാൾ ചെയ്ത കാര്യത്തിന് ക്രെഡിറ്റ് ഏറ്റെടുക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഉണ്ണിയേശുവിനൊക്കെ വെച്ച് മാലാഖയൊക്കെ തൂക്കിയിട്ടുട്ടാ. സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കാലത്ത് നമ്മൾ നമ്മുടെ ഐഡിയയിലും എഫേർട്ടും ഒക്കെ എടുത്തുണ്ടാക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുൽക്കൂട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്രിസ്മസും പെരുന്നാളും ഓണം ഒക്കെ ഒരുപോലെ തന്നെയാണല്ലേ. അതൊക്കെ ഓരോ ഓർമ്മകളുമാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സ്നോ ട്രീയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ. ദച്ചുനൊരു തരത്തിൽ പറഞ്ഞിട്ടാ വീഡിയോയിൽ നിന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ കരോളൊക്കെ വന്നു. നല്ല ഫ്രീക്ക് കരോളായിരുന്നു. എന്താ സ്റ്റെപ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പരിപാടിയൊക്കെ അവിടെ തീർന്നു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഹാപ്പി ക്രിസ്മസ്.